ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് കറിയാണ്. സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ പീസാണ് വെക്കുന്നത്. രാവിലെ ഇന്ന് ദോശയാണ്. അപ്പോൾ എപ്പോഴും ദോശയാണ് ഉണ്ടാകുക. അധികം ദോശ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും വീട്ടിൽ. അപ്പോൾ എന്തൊക്കെയാണ് ചേർത്തുന്നത്? പച്ചരിയാണ് പുതർത്തിട്ടിട്ട് രാത്രി ഞാൻ പുതർത്താൻ ഇട്ടിനി വെള്ളത്തിൽ. അപ്പോൾ പച്ചരി തേങ്ങയും കുറച്ച് ചോറും ചേർത്തിട്ടാണ് അരക്കുന്നത്. അപ്പോൾ നല്ല ഫൈനായിട്ടാണ് പേസ്റ്റായിട്ട് അരക്കുന്നത്. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ടുള്ള കറിയല്ല വെക്കുന്നത്, സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ഡ്രിങ്കാണ്. പുതിയതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എപ്പോഴും കുടിക്കുന്നുണ്ട്. വീക്കിൽ 2 പ്രാവശ്യമെങ്കിലും അത് കുടിക്കും. ഈവനിങ്ങാണ് കുടിക്കൽ. ഇന്ന് ഭയങ്കര തലവേദന ആവശ്യം രാവിലെ തന്നെ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ചങ്ക് പുഷ്പമല്ലേ, അതാണ് ഇന്ന്. അത് ചെടിയിൽ നിന്ന് പറിച്ചിട്ട് ഞാൻ ഉണക്കിയിട്ട് ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് വേഗം എടുക്കാമല്ലോ. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 പൂവ് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുടിക്കുന്നത് ബ്ലഡിന് നല്ലതാണ്. നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആക്കാനോ കൗണ്ടിൻ്റെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മോൻ അങ്ങനെ എണീച്ചിട്ട് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പല്ല് തേക്കണം അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും മോൻ്റെ ഭാഗത്ത്. രാവിലെ തന്നെ എണീച്ചാൽ ഒന്നെങ്കിൽ ഫോണൊക്കെ ചോദിക്കൂ, ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ദോശ റെഡിയായി, അടുത്ത് കറി റെഡിയായി. അങ്ങനെ നമുക്ക് വേഗം അകത്താക്കാം. നല്ല വിശപ്പുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ബൈ.